മുനാഫിഖും എന്ത് ചെയ്യും? ഖുർആൻ എവിടെ മുനാഫിഖ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിക്കുണ്ടിൽ. ഇവന് എന്തോതും പറടോ, എന്തോതും ഖുർആനോടും മുനാഫിഖും ഖുർആനോടും എന്ന് മുത്തനബി പറഞ്ഞിട്ടില്ലേ? എവിടെ അവന്റെ വാസം? ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും ഫിദ്ദർക്കിൽ അസ്ഫൽ. ഭാഷയിൽ സൂപ്പർലേറ്റീവ് ആണ്. ഫിദ്ദർക്കിൽ അസ്ഫൽ, ഫിദ്ദർക്കിൽ സാഫിൽ എന്നല്ല, ഫിദ്ദർക്കിൽ അൽ അസ്ഫൽ. മനസ്സിലായില്ല? നരകത്തിന്റെ ഏറ്റവും അടിക്കുണ്ടിലായ ഇവൻ മുനാഫിഖ്. അവന് എന്തോതും ഖുർആനോതും. മുഅ്മിൻ ചിലപ്പോൾ ഖുർആൻ ഓതാതിരിക്കും. ഖുർആൻ ഖത്തം തീർക്കലാണ് അടിസ്ഥാനമെങ്കിൽ ഖദീജ ബീവിനെ ഖുർആൻ ഇറങ്ങിയിട്ട് മരിപ്പിച്ച പോലെ. ഖുർആൻ ഖത്തം തീർക്കാത്ത ആളുകളെ പേര് ഞാൻ എണ്ണ. ഒന്നാമത്തെ ആള് ഖദീജ ബീവി, ഒരു ഖത്തം നിർത്തില്ല. നിങ്ങൾക്ക് ഞാൻ പണിയനെ ഖത്തം തീർക്കാനല്ലേ, ഇതിനർത്ഥം ഖത്തം തീർക്കൽ മോശം എന്നല്ല. മനസ്സിലായില്ല? നിന്ന് മുതൽ ഖത്തം തീർക്കൽ നിർത്തണ്ട. ഇതൊക്കെ നിനക്ക് വേണം, പക്ഷെ എനിക്ക് ഇതൊക്കെ നല്ലതാ. പക്ഷെ എനിക്ക് എന്ത് വേണം? ചൂണ്ടൽ വേണം. അള്ളാഹ് റസൂലാണ്. ഏതാടാ ഈ റസൂല്? ആരുടെ ഈ റസൂല്? എന്താണ് ഈ റസൂല് പറഞ്ഞാൽ? അനക്കൊതുങ്ങിയ റസൂല്, സിദ്ദീഖിന് കാണാൻ കഴിയാത്ത റസൂല്, ഉമർ ബിൻ ഖത്താബിന് മനസ്സിലാക്കാൻ കഴിയാത്ത റസൂല്, അതാണ് റസൂല്. എൻ്റെ റസൂലിനെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമർ ബിൻ ഖത്താബിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് സമ്മതിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാ റസൂൽ. റബ്ബി, എൻ്റെ റബ്ബല്ലാത്ത ഒരാൾക്കും എന്നെ അറിയൂല. യാ സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞ്? അതാ റസൂൽ. ഇതാണ് ഇവിടെ ഒരു 50 കൊല്ലം മുമ്പുള്ള എല്ലാ മുസ്ലിമീങ്ങളും റസൂൽ. ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ച റസൂൽ, നോമ്പ് പഠിപ്പിച്ച റസൂൽ, ഖുർആൻ കൊണ്ടുവന്ന റസൂൽ. ഒരു 50 കൊല്ലം മുമ്പുള്ള മുസ്ലിം ജീവിതത്തിൽ ഒരിക്കൽ ഖുർആൻ ഓതിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആയിരങ്ങൾ 10,000 ജീവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ. ജീവിതത്തിൽ ഒരിക്കൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ടാവുന്നല്ലാതെ ഖുർആൻ ജീവിതത്തിൽ ഖത്തം തീർത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മര്യാദക്കൊരു 5 വക്ത് ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ റസൂൽ എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറും. എൻ്റെ ഖൽബ് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആര്? റസൂൽ. അതായത് സിദ്ദീഖുൽ അക്ബറിന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത റസൂലിനെയാണ് 50 വർഷം മുമ്പ് കള്ളുകുടിയന്മാരായ മുസ്ലിമീങ്ങൾ വരെ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മളെക്കാളും ഒരു ഭേദപ്പെട്ട റസൂൽ, തിരക്കടില്ല. നമ്മളെ പള്ളിക്കലെ മൗലിയരെക്കാളും കുറച്ചും കൂടി മെച്ചുണ്ട്, അത്ര തന്നെ. നമ്മളെ പള്ളിയിലെ ഉസ്താദിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഒരു, നമ്മളെ സംഘടനാ നേതാവിനേക്കാളും കുറച്ചും കൂടിയൊക്കെ അങ്ങനെ ലേശം കൂടി. നമ്മളെ സമ്മേളനത്തിൽ ഉദ്ഘാടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ നബി വന്നാൽ ഉദ്ഘാടനം നേതാവ് നബി വന്നതുകൊണ്ട് ഇപ്പം നബി എന്നെ പ്രസംഗിച്ചോട്ടെ, അങ്ങനെ അത്രയൊക്കെ അങ്ങനെയൊക്കെ റസൂൽ. അതാണെന്ന് സുന്നികളെ വരെ റസൂൽ അങ്ങനെയാണ്. കഴിഞ്ഞു. എന്തിലേക്ക് മാറി? ഉസൂലിയാത്തിനെ അവലംബിക്കുന്നതിന് പകരം ഫുറൂഇയാത്തിനെ മഹത്വപ്പെടുത്തത്തിലേക്ക് മുസ്ലിങ്ങൾ നീങ്ങിയപ്പോൾ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നുസ്രത്ത് നഷ്ടപ്പെട്ടുപോയി. അതപ്പോൾ സത്യമായൊരു വിവരമാണ് ഈ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് ഇന്ന് അള്ളാഹുവിൻ്റെ നുസ്രത്ത് ഇല്ല. മുസ്ലിങ്ങൾക്ക് ഇന്ന് അള്ളാഹുവിൻ്റെ നുസ്രത്ത് ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു അവർക്കില്ല. അവർക്ക് നിസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, അവർക്ക് ഖത്തം തീർക്കലുണ്ട്. ഖത്തം തീർക്കും. ഖത്തം തീർത്തിട്ടില്ലെങ്കിൽ എന്താ കാര്യം? ഒരാൾ ഖത്തം തീർത്തില്ല, അതെന്താ? തീർത്തു, അതെന്താ കാര്യം? മുനാഫിഖുൻ യഖറഉൽ ഖുർആൻ, കപട വിശ്വാസിയും എന്ത് ചെയ്യും? ഖുർആൻ മുത്തനബി പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞേ? മുനാഫിഖുൻ യഖറഉൽ ഖുർആൻ, മുനാഫിഖും എന്ത് ചെയ്യും? ഖുർആനോട്. എവിടെ മുനാഫിഖ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിക്കുണ്ടിൽ. ഇവന് എന്തോതും പറടോ, എന്തോതും ഖുർആനോടും മുനാഫിഖും ഖുർആനോടും എന്ന് മുത്തനബി പറഞ്ഞിട്ടില്ലേ? എവിടെ അവന്റെ വാസം? ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും ഫിദ്ദർക്കിൽ അസ്ഫൽ. ഭാഷയിൽ സൂപ്പർലേറ്റീവ് ആണ്. ഫിദ്ദർക്കിൽ അസ്ഫൽ,
ഫിദ്ദർക്കിൽ സാഫിൽ എന്നല്ല, ഫിദ്ദർക്കിൽ അൽ അസ്ഫൽ. മനസ്സിലായില്ല? അഫ്ളൽ തഫ്സീർ, അതായത് ഏറ്റവും അടിക്കുണ്ടിൽ, ഏറ്റവും അടിക്കുണ്ടിൽ, നരകത്തിന്റെ ഏറ്റവും അടിക്കുണ്ടിലായ ഇവൻ മുനാഫിഖ്. അവന് എന്തോത് ഖുർആൻ ഓതും. മുഅ്മിൻ ചിലപ്പോൾ ഖുർആൻ ഓതാതിരിക്കും. ഖുർആൻ കൊത്തം തീർക്കലാണ് അടിസ്ഥാനമെങ്കിൽ ഖദീജ ബീവിനെ ഖുർആൻ ഇറങ്ങിയിട്ട് മരിപ്പിച്ച പോലെ. ഖുർആൻ ഖത്തം തീർക്കാത്ത ആളുകളെ പേര് ഞാൻ എണ്ണാം. ഒന്നാമത്തെ ആള് ഖദീജ ബീവി, ഒരു ഖത്തം തീർത്തില്ല. നിങ്ങൾക്ക് ഞാൻ പണി തന്നെ കത്തം തീർക്കാനല്ലേ, ഇതിനർത്ഥം കത്തം തീർക്കൽ മോശമെന്നല്ല. മനസ്സിലായില്ല? എന്ന് മുതൽ കത്തം തീർക്കൽ നിർത്തണ്ട. ഇതൊക്കെ നിനക്ക് വേണം, പക്ഷെ എനിക്ക് ഇതൊക്കെ നല്ലതാ. പക്ഷെ എനിക്ക് എന്ത് വേണം? ചൂണ്ടൽ വേണം. എനിക്കൊരു മണ്ണരനെയും കിട്ടിയില്ല, പൂളക്കഷ്ണവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും പോയമാട്ടും പാറപ്പുറത്തിരുന്നാൽ വേറൊരുത്തം വരും. അപ്പോൾ ചോദിക്കും, എന്ത് പിന്നെ നിങ്ങളെ ചൂണ്ടെന്ന് തരുമോ? തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ മണ്ണരുണ്ട്, അല്ലെങ്കിൽ എന്തോ ഉണ്ട്. എൻ്റെ ഈ എന്ത് ചെയ്താൽ മതി? ചൂണ്ടാണ്ട് കൊടുത്തിട്ട് ഈ പാറപ്പുറത്ത് കടന്നുറങ്ങിയാൽ മതി. പണി മുഴുവൻ ഓനാ. എന്നാലും എനിക്ക് എന്തിട്ടു? മീൻ കിട്ടും, ഉറപ്പ്. മീൻ ഉറപ്പിച്ചിട്ടു, പേടിക്കണ്ട. ഇരല്ല, എന്നാലും മണ്ണര കിട്ടിയിട്ടില്ല, എന്നാലും എൻ്റെ കൈ ചൂണ്ടുണ്ടായാൽ മതി. ചൂണ്ടുണ്ടായാൽ നിനക്ക് പാറപ്പുറത്ത് കടന്നുറങ്ങാം. അസിലാണത്. ഇന്ന് നമ്മൾ മാറി. നീ നമ്മൾ അഹങ്കരിക്കുന്നതും അഭിമാനിക്കുന്നതും അമലുണ്ട്. നീ അമല് നല്ലതല്ല, അതന്നെ നല്ലതാണ്, പക്ഷെ അസില് വേണം. ഏത് കാര്യത്തിനും ദീനിയായ സകല കാര്യം എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഹബീബ നബിയ. അതാണ് വെള്ളിക്കോല്. റസൂലുള്ളാഹിയാണ് വെള്ളിക്കോല്. റസൂൽ നിസ്കാരം വെള്ളിക്കോലല്ല, ഫുറുഇയ്യാത്തല്ല. അങ്ങനെ വെള്ളിക്കോലാകുക? നിസ്കാരത്തിന് ഒരാൾ ഇമാമത്ത് നിന്നു, അത് വെള്ളിക്കോലാണ്. എന്നോട് ഒരു അറബി പറഞ്ഞ ഒരു സംഭവം, ഒരു അറബി പറഞ്ഞ 94-ലോ 95-ലോ ആയിരിക്കാം ഒരു സംഭവം. ഒരു പ്രദേശത്ത് പള്ളിയിൽ ഇമാമാകാൻ വേണ്ടി മിസ്രിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ അയാൾക്ക് നല്ല ഖിറാഅത്താണ്. അപ്പോൾ അയാളെ അവിടുത്തെ പള്ളിയിൽ ഇമാമാക്കി. അഹ്ലി മസ്ജിദോ, ഈ സർക്കാരിൻ്റെ പള്ളിയല്ല, UAE-ലോ സൗദിയിലോ ആണ് ആ സംഭവം. UAE-ലാണെന്നാണ് എന്നോട് അറബി പറഞ്ഞത്. ഒരു അറബി പറഞ്ഞ സംഭവമാണ് ഞാനീ പറയുന്നത്. 94, 95 ആ സമയത്താണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഒരു മിസ്രി വന്നു. അപ്പോൾ ആ നാട്ടുകാർ, മിസ്രി നല്ല ഓത്ത. അപ്പോൾ ആ നാട്ടുകാർ അവരെ മസ്ജിദുൽ അഹ്ലി ഗ്രാമത്തിലെ അവരെല്ലാവരും കൂടി കമ്മിറ്റി പ്രകാരം നടത്തുന്ന പള്ളികളും അവിടെയൊക്കെ ഉണ്ട്, സർക്കാർ നടത്തുന്ന പള്ളികളും ഉണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നടക്കുന്ന മസ്ജിദുൽ അഹ്ലിയിൽ ഈ ഇമാമിനെ കിട്ടിയപ്പോൾ എന്താക്കി? ഈ ആളെ മിസ്രിയെ കിട്ടിയപ്പോൾ ഇമാമാക്കി. അങ്ങനെ 2 വർഷത്തോളം അവിടെ ഇമാമത്ത് കാര്യം നിർവഹിച്ച് നല്ല ഓത്ത്, നല്ല ആള്, നല്ല ഓത്ത്. അപ്പോൾ അവർക്ക് നല്ല ബോധിച്ചു. എല്ലാവരും സക്കാത്തും സ്വതക്കൊക്കെ കൊടുക്കും, ശമ്പളം കൊടുക്കും, നല്ല റാഹത്തിൽ ജീവിച്ചു അയാൾ. 2 വർഷം കഴിഞ്ഞ് അയാൾ മിസ്രിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നെ അയാൾ വന്നില്ല. അങ്ങനെ ആയിരുന്നപ്പോൾ പിന്നെ എന്താണ്, ആ നാട്ടുകാർക്ക് അയാളെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹമായി. അങ്ങനെ അവരെന്ത് ചെയ്തു? അയാളെ അയാളുടെ അഡ്രസ്സൊന്നും ഈ നാട്ടുകാർക്ക് അത്ര കൃത്യമായി അറിയില്ല. അയാളുടെ ഏകദേശ ഏരിയ അറിയും, ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരു സൗദി അല്ലെങ്കിൽ ഒരു UAE-കാരനായ അറബി മിസ്രിലേക്ക് പോയപ്പോൾ ആ ഗ്രാമവാസികൾ എന്ത് ചെയ്തു? ഈ ഇന്നാലിൻ്റെ ഏരിയയിൽ എത്തിയാൽ അവിടെ നിന്ന് അന്വേഷിക്കുക, ഈ ഫോട്ടോയിലുള്ള ആളെ ഒന്ന് അന്വേഷിക്കുക. അയാളെ കണ്ടാൽ നമ്മൾ ഇരട്ടി ശമ്പളം കൊടുക്കുക, അയാളോട് വരാൻ വേണ്ടി പറയാം. അയാൾ നല്ല ഓത്താണ്, ഇമാമത്തൊക്കെ കൃത്യമാണ്, അപ്പോൾ ഒന്ന് വരാൻ വേണ്ടി നമുക്ക് അയാളെ പോലത്തെ ഇമാമിനെ പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അറബി മിസ്രിൽ പോയപ്പോൾ ആ ഏരിയയിലെത്തിയപ്പോൾ അന്വേഷിച്ചു, ഫോട്ടോ. അപ്പോൾ അയാൾ ആരെയല്ല, മുസ്ലിമേ അല്ല, അയാൾ മുസ്ലിം തന്നെയല്ല.
തിരിഞ്ഞിട്ടില്ല. അയാൾ മുസ്ലിമേ അല്ല. മുസ്ലിങ്ങൾ തറവാട്ടിൽ ജനിച്ച ഒരാളും അല്ല, ആ ഏരിയ മുസ്ലിങ്ങളെ ഏരിയയും അല്ല, അയാൾ മുസ്ലിമും അല്ല. അയാൾ മിസ്രിയാണ്. മിസ്രിക്ക് സ്വാഭാവികമായും ലാംഗ്വേജ് അറിയും. എന്ത്? അറബി. അറബി ലാംഗ്വേജ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറബി സ്കൂളുകളിലാണ് അവർ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്വാഭാവികമായും ഖുർആൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ പഠിക്കും. ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ നോക്കി ഈ 2 കൊല്ലം ഭംഗിയായി ഓതിയിട്ട് ഇവർക്ക് ഇമാമത്ത് നിന്ന ഇമാം മനസ്സിലാണ്ടോ പറഞ്ഞത്? അയാൾക്ക് എന്ത് കുറവാള്? തജ്വീദ് ഉണ്ട്, എന്തുണ്ട്, നല്ല ഖുർആനുണ്ട്, ഇഫ്ളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെയും പഠിക്കാലോ. മനസ്സിലായില്ല പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയും പഠിക്കാലോ. അറബി അറിയുന്നവൻ അതൊക്കെ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, പഠിക്കാമല്ലോ. പ്രത്യേകിച്ച് നല്ല സ്വരഭംഗിയുള്ളവനാണ്. തജ്വീദും പഠിച്ചാൽ പിന്നെ അവിടെ ഒന്നും നോട്ടല്ലല്ലോ. ഗൾഫിൽ പോയാൽ അക്കാലത്തൊക്കെ പ്രത്യേകിച്ചും ഇന്ന് സർക്കാർ വിവിധങ്ങളായ സൗകര്യങ്ങളിലൂടെ പരിശോധിച്ചിട്ട് മാത്രമേ ഒരാൾക്കത് കൊടുക്കൂ. മസ്ജിദുൽ അഹ്ലി ഗ്രാമത്തിലെ പള്ളി ഇപ്പം ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സർക്കാരിൻ്റെ നോട്ടത്തിലാണ് ഇപ്പോൾ പള്ളികളൊക്കെ. പണ്ട് അങ്ങനെയല്ല. പണ്ട് സർക്കാരിൻ്റെ നോട്ടത്തിൽ കുറഞ്ഞ പള്ളിയുള്ളൂ, മസ്ജിദുൽ അഹ്ലിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഇമാമത്ത് നിൽക്കാൻ നല്ല ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു അന്യമതസ്ഥനും എന്തു ചെയ്യും? അത് അവിടെ പോയി. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓത്തുണ്ട്. ഇയാൾ പള്ളിയിൽ നിന്ന് ഓതിയാണ്. കാരണം വൈകുന്നേരം ഇമാമത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഓത്ത് ക്ലിയർ ആക്കണമല്ലോ. ഓത്തുണ്ട്, നിസ്കാരമുണ്ട്, ഔറാദുണ്ട്, എല്ലാം ഉണ്ട്. എന്തില്ല? അസിലില്ല, ചൂണ്ടല്ല, അസിലില്ല. ഇനി എന്തായാലും നല്ല പോലെ നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെ അർത്ഥം ഇന്ന് മുതൽ നിങ്ങൾ നിസ്കാരം നിർത്തണമെന്നോ ഒന്നുമല്ല. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഒന്നുമല്ല. പക്ഷെ അതേ സമയത്ത് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വലിയൊരു ശതമാനം അഗ്നോസിസ്റ്റുകളാണ്. അതായത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇല്ല. ഒരു അടിമക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും ഏറ്റവും അഫ്ളലായതും ഏറ്റവും ഖൈറായതും മാലാബുദ്ദ മിൻഹു ആയതുമായ ഒരു കാര്യം അൽ യഖീനു, യഖീനാണ്. പിന്നെ കടന്നുറങ്ങാൻ പാടില്ല. എന്താ പറഞ്ഞത്? അൽ ഖൈറു ബഅദൽ യഖീനി അസ്സബ്ർ. ഒരാൾക്ക് ഖൈർ കഴിഞ്ഞാൽ പിന്നെ പ്രധാനം സുബ്റാണ്. അല്ല, യഖീന് കഴിഞ്ഞാൽ പിന്നെ പ്രധാനം സുബ്റാണ്. ഏറ്റവും പ്രധാനം യഖീനാണ്. യഖീനാണ് ദൃഢവിശ്വാസം. ആരെപ്പറ്റി? അല്ലാഹു റസൂലിനെ ബലപ്പെട്ട വിശ്വാസം. അള്ളാഹുവാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ റസൂലിനെ നമ്മുടെ മുന്നിൽ സമർപ്പിച്ചു, മനസ്സിലായില്ലേ? അത് നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിനക്കത് വിശ്വാസമുണ്ട്. കുല്ലുമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ. അതെനിക്ക് അറിയോ? ഇല്ല. എനിക്ക് അള്ളാഹിൻ്റെ റസൂൽ 100,000 കോടി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കാകെ അറിയാം 2 കാര്യമാണ്. എന്നാലും എന്താ പറയാ? എന്നാലും എന്താ വിശ്വസിക്കേണ്ടത്? നിങ്ങൾക്ക് തിരിഞ്ഞില്ലല്ലോ പഠിച്ചോനെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ തിരിയുന്നതിന് മുമ്പാണ് വിശ്വാസം. വിശ്വസിച്ചിട്ട് തിരിയലല്ല, തിരിയാതെ തന്നെ വിശ്വസിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, നിങ്ങൾക്ക് നിർത്തണം. നിങ്ങൾ മനസ്സിലായില്ല. നിങ്ങൾ തല കൊടുത്ത് ചിന്തിക്കുക. അതായത് കാര്യം പഠിച്ചിട്ടല്ല നബിയെ ഉറപ്പിക്കുന്നത്. നബിയെ ഉറപ്പിക്കുക. കാര്യം അറിഞ്ഞാലും വേണ്ടില്ല. എന്ത് കാര്യം? അപ്പൊ നബിയാണ് ഇവിടെ മർമ്മം. അള്ളാഹുവിന്റെ റസൂൽ കോടാനക്കോടി വിജ്ഞാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കതിൽ 2 കാര്യം അറിയുള്ളൂ. പക്ഷെ നീ പറയണെന്താ? കുല്ലുമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ. നബി പറഞ്ഞു കൊണ്ടുവന്നതെല്ലാം ഹഖ്ഖാണ്. നിനക്കറിയോ? ഇല്ല. അറിയാത്ത ഹഖ്ഖാന്ന് പറയുന്നത് ഇത് അങ്ങനെയാണ്. അറിഞ്ഞിട്ട് ഹഖ്ഖല്ല. ഒരു നിലക്ക് എന്ത് അന്ധവിശ്വാസം. അതെ അതന്നെ.
അവർ ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജിബ്രീലിനെ ഒരു കൂട്ടം ഒരാളിവിടെ വരുന്നുണ്ടെന്ന് അറിയും, ഒരാൾ വരാതെ മുഹമ്മദിന് ഇതൊന്നും അറിയില്ല എന്ന് പറയും. മുഹമ്മദിനൊന്നും അറിയില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഒരു കൂട്ടർ ജിബ്രീൽ അറിയും, ഒരു കൂട്ടർ ശൈത്താൻ എന്ന് പറയും. ജിബ്രീൽ വരാതായപ്പോൾ കുറച്ച് ദിവസം ജിബ്രീൽ വരാതായി. അപ്പോൾ മക്കക്കാർ തുള്ളിച്ചാടി, ഇന്ന ഷൈത്താന മുഹമ്മദിന് ഹജറഹു, മുഹമ്മദിൻ്റെ ഒരു ഷൈത്താൻ ഇപ്പോൾ മുഹമ്മദിനെ ഒഴിവാക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ എന്തു പറയും? ജിബ്രീലിനറിയും. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ യഹൂദികൾ മാറി നിന്നു. നബൂതി പറഞ്ഞു, ജിബ്രീലിലെ ആൾ അത്ര ശരി പോരാ, മീകായിലാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. എന്തേ? ജിബ്രീൽ ഒരു പക്ഷപാതിയാ. ഒരു കാലത്ത് വഹി ഞങ്ങൾക്കായിരുന്നു, ഇപ്പോൾ വഹി നിങ്ങൾക്കാ. ജിബ്രീൽ ഒരു തോന്നിയ മാതിരി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് മീകായിലാണ് വഹി ഏറ്റെടുത്തെങ്കിൽ അപ്പോൾ ഇറങ്ങിയ ആയത്താണ് മൻകാന അദുവ്വൻ ലിജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ഏതാ സൂറത്ത്? അൽ ബഖറ. ആയത്തിற்கு നമ്പർ എടുക്കുക. മൻകാന അദുവ്വൻ ലിജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. 18 ഇബ്രാഹിം 18-ാമത്തെ ആയത്താണ്. സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം 18-ാമത്തെ ആയത്താണ്. നേരത്തെ പറഞ്ഞ ആയത്ത് അൽ ബഖറ. ഇവിടെ എന്താ മനസ്സിലായി? മൻകാന, അവരെന്ത് പറഞ്ഞു? ഒരു മദീനയിൽ ചെന്നപ്പോൾ മദീനയിൽ ജൂതന്മാർ എതിരായി, ഒരു പക്ഷം എതിരായി. ആർക്ക്? റസൂലുള്ളാഹിക്ക്. അതിന് അവർ പറഞ്ഞ ന്യായം, ജിബ്രീൽ കൊണ്ടുവന്ന കൊന്നു കൊടുക്കുന്ന സന്ദേശമല്ലേ. ജിബ്രീൽ ഒരു പക്ഷപാതിയാണ്. ഒരു കാലത്ത് വഹി ഞങ്ങളാളുകൾക്ക്, ഇസ്രായേലിയർക്ക്, ഒരു ഇസ്രായേലിയരാണല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പൊ ഇത്തരം പക്ഷപാതിയാണ് ആര്? മൻകാന അദുവ്വൻ ലിജിബ്രീൽ. എവിടെ മോനെ? അതെ 98. മൻകാന 97 قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. البقرة 97. قل നബിയെ തങ്ങൾ പറയുക, മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, ജിബ്രീലിന് ഒരാൾ ശത്രുവായാൽ അയാളെ അല്ലാഹുവിന് വേണ്ട. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ സമ്മതപ്രകാരം ഈ മഹാസത്യജ്ഞാനങ്ങളെ അങ്ങേക്ക് ഇറക്കിത്തരാനുള്ള മാധ്യമം ജിബ്രീലാണ് അലൈഹിസ്സലാം. അതിനവർ പറയുന്ന ഒരു ന്യായമുണ്ട്. മീകായിൽ ഭയപ്പെട്ടവൻ ഭയപ്പെടാത്ത കൊടുക്കാൻ എല്ലാവർക്കും മഴ കൊടുക്കുന്ന ആളാണ് ആര്? മീകായിൽ ഉഷാറാ, ജാതി മതം നോക്കൂല. ജിബ്രീൽ അങ്ങനെയല്ല. ജിബ്രീൽ ചില ആളുകൾക്ക് കൊടുക്കുള്ളൂ. ന്യായം. അതുകൊണ്ട് പക്ഷപാതിത്വമില്ലാത്ത ഒരാൾ മലക്കള കൂട്ടത്തിൽ ആരാ? മീകായിൽ വഹി ഉണ്ടെന്ന് നിങ്ങൾക്ക് വഹി തരുന്ന ജിബ്രീലില്ല, ഞങ്ങൾക്ക് പറ്റൂല. അയാളൊരു സൈസ, ഒരു ന്യായങ്ങൾ. ഇതൊക്കെ തല കൊടുത്ത് ചിന്തിക്ക്. അപ്പൊ ഇവിടെ സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിഷയം എന്താ? നമ്മളെ വിഷയം ഒന്നല്ലേ. ഈ മനുഷ്യൻ ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ? പറഞ്ഞോ? കണ്ടോ? ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസം. നമ്മൾ ജിബ്രീലിനെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ നബിൻ്റെ കാലത്തായിട്ട് എന്താ കാര്യം? ചില ആളുകൾ ദ്വാർക്കും, പടച്ചോനെ എനിക്ക് നബിൻ്റെ കാലത്ത് ജീവിക്കുക എന്നല്ലോ. ഞാൻ അങ്ങനെ ഓർക്കില്ല. എന്തുകൊണ്ട്? ഞാൻ ഓർക്കില്ല. എന്തുകൊണ്ട്? അന്ന് ജീവിച്ച് കാഫറാവുന്നതിനേക്കാളല്ല ഇന്ന് ജീവിച്ച് മൂന്നാവില്ലേ. ഇന്ന് പല വഴിയുണ്ട്. അന്നൊരു വഴിയുമില്ല. അന്ന് മൂട്ടിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ റസൂലുള്ളാഹി മുന്നിൽ പോയി വീഴണം. റസൂലുള്ളാഹി വഫാത്തായിട്ട് പിന്നെയാണ് മേപ്പിട്ട് നോക്കിയത്. എന്താ കാര്യം? ഇന്ന് എന്തൊക്കെ വഴിയുണ്ട്. അപ്പൊ നമ്മളെപ്പോലത്തെ നല്ലത് എന്നാണ് പറയാം. നമ്മളെപ്പോലത്തെ ഈമാൻ കൻസൂറായ ആളുകൾക്ക് നല്ലത് ഇന്ന് ജീവിക്കാനാണിടൂ. ഇന്നത്തെ പ്രശ്നം തന്നെയാണ് അന്നത്തെ പ്രശ്നം. അന്നോ ഇന്നും പ്രശ്നം എന്നാ അങ്ങനത്തെ ഒരു പഠിച്ചോ എന്നാ ജിബിലിയാണെങ്കിൽ നമ്മളൊക്കെ കാണണ്ട്. അപ്പോൾ ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ എത്തിസ്റ്റുകൾ പറഞ്ഞാൽ അങ്ങനെ ജിബിലിനെ നമ്മൾ കണ്ടിട്ടേ ഇതന്നെ കുറേശ്ശികളും പറഞ്ഞു.
അപ്പൊ കാണാത്ത ജിബ്രീലിനെ വിശ്വസിച്ചിട്ട് ഏറ്റവും വലിയ വിശ്വാസം ലോകത്തുള്ളവരൊക്കെ ഈമാൻ ഒരു കയ്യിലും ഒരു തട്ടിലും, സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ഈമാനു അബൂബക്കറിൻ, അബൂബക്കറിന്റെ ഈമാൻ കനം തോന്നും. ഈ അബൂബക്കർ നമ്മൾ പോലെ തന്നെ ജിബ്രീലിനെ കണ്ടിട്ടില്ല, മീകായിലിനെ കണ്ടിട്ടില്ല, ഇസ്രാഫീലിനെ കണ്ടിട്ടില്ല, റബ്ബിനെ കണ്ടിട്ടില്ല. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഏതാ സൂറത്ത് മോനെ? തക്വീർ. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. തക്വീർ എന്നല്ലേ? അബസ്യാണോ തക്വീറാണോ? തക്വീർ എന്നല്ലേ? തക്വീർ ആയിരിക്കും. തക്വീർ. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ആ ചക്രവാളത്തിൽ വ്യക്തമായി നബി കണ്ടിട്ടുണ്ട്. ആരെ? ജിബ്രീലിനെ. അപ്പൊ സിദ്ദീഖിനോ? സിദ്ദീഖിന് വിശ്വാസമാണ്. ആരെ? ജിബ്രീൽ കണ്ടോ? പറയൂ, ജിബ്രീൽ കണ്ടോ? ഇല്ല, ജിബ്രീൽ കണ്ടിട്ടില്ല. അല്ല, സിദ്ദീഖ് കണ്ടോ? സിദ്ദീഖ് കണ്ടോ? ഇല്ല. ആരാ കണ്ട്? സുല്ല. അപ്പൊ സിദ്ദീഖ് നബി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് നബി പറഞ്ഞാലും ആർക്ക് വിശ്വാസമാണ്? സിദ്ദീഖിന്. അതിനെ സിദ്ദീഖ്. അതുകൊണ്ടാണ് ഇവർക്കുള്ള പ്രത്യേകതയും. ഒരിക്കലും ഒരു സദസ്സിൽ വെച്ച് പുണ്യ റസൂൽ, അപ്പൊ ഇവിടെ റസൂലി എന്ന് പറഞ്ഞ ആളാണ്. ആള് അതാണ് നിന്റെ ചൂണ്ട. പിന്നെ നിനക്ക് ഉണ്ടായാൽ അൽഹംദുലില്ലാ, ഉണ്ടായാൽ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അമലുണ്ടായാൽ വളരെ നല്ലതാണ്. ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ, ഇപ്പൊ കനലുണ്ടെങ്കിൽ ഒരാൾ നിന്ന് അതിനെ ഊടണം. മനസ്സിലായില്ല? അടുപ്പിൽ കനലുണ്ടെങ്കിൽ വീട്ടിൽ തീപ്പെട്ടിക്കുള്ളിയോ സിഗർലൈറ്റോ ലൈറ്ററോ ഇല്ല എങ്കിൽ പിന്നെ കനൽ അടുപ്പിലുണ്ടെങ്കിൽ അതിന് കുറച്ച് ഈർച്ചപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുക്കണം. പഴയ കാലത്ത് രാത്രി കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയാം. പഴയ കാലത്ത് ഗ്യാസൊന്നും അല്ലല്ലോ, ഇന്നത്തെ മനസ്സിലായില്ല, പഴയ അടുപ്പുകളാണ്. അപ്പോൾ മഴക്കാലം തീപ്പെട്ടി ഉണ്ട്, പക്ഷെ മഴക്കാലത്ത് തീപ്പെട്ടിക്കുള്ളി രാവിലെ കത്തൂല. അപ്പം ഉമ്മ എന്ത് ചെയ്തു? എൻ്റെ ഓർമ്മയെന്നാ ഞാൻ പറഞ്ഞത്. ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? അടുപ്പ് നിറയെ ഈർച്ചപ്പൊടി ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഈർച്ചപ്പൊടി മനസ്സിലായില്ല, പിന്നെ അടുപ്പ് ദമാമാക്കി നിറച്ചിട്ട് അവിടെ എന്തിടും? അതിന് ചെറിയ ഒരു ചെറിയ ഓട്ടയും, അത് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഓട്ട നടുവിൽ ഇങ്ങനെ ഒരു ചെറിയ ഓടക്കോയിലുണ്ടോ മറ്റോ കുത്തി കൊടുക്കും. അടിയിൽ എന്തുണ്ട്? ഞാനുണ്ട്. നേരം കൊടുക്കുമ്പോൾ ഞാൻ പിന്നെ കൊണ്ടുപോയിട്ട് ഇനി ചായക്ക് വെള്ളം അടച്ചു കൊടുത്താൽ മതി. കാരണം കനലുണ്ടെങ്കിൽ കനൽ നിലനിൽക്കണം. തീയുണ്ട്, അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഈർച്ചപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതാണ് അമൽ സ്വാലിഹാത്ത്. പിന്നെ ഇപ്പൊ ഒരു ഭാഗ്യാണ് ചിലർക്ക്. എന്ത്? ഈർച്ചപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും തീയ് കേടൂല. അതൊരു ഭാഗ്യം. ചില നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ പോകുന്നില്ല. അത് വളരെ റയർ കേസാണ്. പക്ഷെ മനസ്സിലായി പറഞ്ഞത്, ഈ ഈർച്ചപ്പൊടിക്ക് ഇവിടെ ബലം ഉണ്ടാകണമെങ്കിൽ അടിയിൽ എന്തുണ്ടാകണം? കനൽ തീ വേണം. തീയില്ലെങ്കിൽ പിന്നെ ഈർച്ചപ്പൊടിക്ക് എന്ത് വിലയുള്ളത്? പൂച്ചക്ക് പോയിട്ട് മാന്തി കാഷ്ടിക്കാന്നല്ലാതെ. അടുപ്പിൽ കനലില്ലെങ്കിൽ പിന്നെ പിന്നെ തീ നാട്ടിൽ കിട്ടാനും ഇല്ല. എന്നാ പിന്നെ അത് എന്തിനാണ് പറ്റുക? പൂച്ചക്ക് കാഷ്ടിക്കാം. പൂച്ച കാഷ്ടിക്കണം, ഒന്ന് മാന്തും, എന്നിട്ട് കാഷ്ടിക്കോളൂ. അപ്പോൾ വീട്ടിലാകെ മൊസൈക്കും മറ്റേ എന്താ പറയുക, നല്ല ടൈൽസും ഒക്കെ ഇട്ട വീടാവുമ്പോൾ പൂച്ചക്ക് കാഷ്ടിക്കാൻ സ്ഥലം കിട്ടൂല. അതിന് പിന്നെ നല്ലതാണ് എന്ത്? തീയില്ലാത്ത ഈർച്ചപ്പൊടി. അല്ല, തീ ഉണ്ടെങ്കിൽ നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണമെങ്കിൽ അവിടെ ഇപ്പം അമ്മ ഉറപ്പിച്ച് പോയി കിടക്കുക. ഈ നേരം വിളിച്ച് സുബഹിസ്കരിച്ച് അമ്മ അടുപ്പിൽ വരുമ്പോൾ അമ്മാനെ പ്രതീക്ഷ പോലെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അതൊരു 3/4 ഭാഗം കത്തിയിട്ടുണ്ടാവും. എന്തുണ്ടാവും? നല്ല കനലും തീയും നിറച്ച് എവിടെ ഉണ്ട്? അടുപ്പിലുണ്ട്. ഇനി ചായ വെച്ചാൽ മതി. ഇനി വെള്ളം കയറ്റിച്ചാ. തീയില്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് തീയില്ലാതെയാണ് ഈർച്ചപ്പൊടി അടച്ചെങ്കിൽ ഇനി വേറെ വീട്ടിൽ പോയി തീ കൊണ്ടുവരേണ്ടി വരും. അത് വളരെ പ്രയാസമാണ്. ഇന്നത്തെ കാലത്ത് തീ എങ്ങനെ കൊണ്ടുവരാൻ? തീ കിട്ടൂല. വീട്ടിൽ തൊഴിലും ഇപ്പം തീയില്ല. നിങ്ങളിൻ്റെ കൂടെ അല്ല. അതെ. അപ്പം അടുത്ത വീട്ടിൽ നിന്ന് പോയി കൊണ്ടുവരും. തീ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. തീ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടണം.
അല്ലെങ്കിൽ വേറെ മാധ്യമങ്ങൾ വേണം. അല്ല തീയെന്ന് 33 വട്ടം പറഞ്ഞുകൊണ്ട് തീ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ് 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 33 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എന്തുണ്ടാവില്ല? തീയെ 33 വട്ടം പറഞ്ഞു. 313 വട്ടം തീയെ പറഞ്ഞു. തീ ഉണ്ടാവും ഇല്ല. തീ ഉണ്ടാകണമെങ്കിൽ വേറൊരു മാധ്യമത്തിന് അതെന്നയുടെ ചങ്ങായി ഈമാൻ എത്ര ഖുർആൻ ഓതിയാലും ഉണ്ടാവില്ല. അതിന് മാധ്യമം വേണം. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അവരെ നേതാവ് മുഹമ്മദ്. ഖുർആൻ ഓതിയിട്ടൊന്നും ഈമാൻ ഉണ്ടാവില്ല. അതൊക്കെ പൊട്ടന്മാർ പറയുന്ന വർത്താനം. അങ്ങനത്തെ കുറേ പൊട്ടന്മാരെ ക്ലാസ്സുകൾ ഇതിൻ്റെ പുറത്തുണ്ട്. അത് സൗകര്യമുള്ളതിനെ പോയിക്കോളി. ഇവിടെ അങ്ങനെ കല്യാണമോ കാര്യം ഒന്നുമില്ല. ഇവിടെ ചെറിയ പരിപാടിയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു ചായ നെയ്യപ്പോൾ കൊടുക്കലുണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾ ഇരുന്നോളി, കുഴപ്പമില്ല. തല കൊടുത്ത് ചിന്തിക്ക്. ഒരിക്കലും ഈ ഈമാനാകുന്ന തീയിനെ സ്വയം ഉണ്ടാക്കാൻ നിനക്ക് കഴിയില്ല. ഒരു അല്ലദീന കിട്ടണം. ആ ആള് നിന്റെ ഹൃദയത്തിൽ കത്തിക്കണം. പിന്നെ അത് കെടാതെ നിസ്കരിച്ച് മുമ്പോട്ട് നടക്കണം. അതിന് തൃപ്പഞ്ചി മെമ്മൂലിയെ കിട്ടണം, അല്ലെങ്കിൽ ഒരു കണ്യാൽ അബ്ദുള്ളനെ കിട്ടണം, അല്ലെങ്കിൽ ഒരു അത്തിപ്പറ്റ മെതി മൂല്യരെ കിട്ടണം, അല്ലെങ്കിൽ വടവര മുഹമ്മദാജിനെ കിട്ടണം, അല്ലെങ്കിൽ CM അബൂബക്കർ മുസ്ലിയാരെ കിട്ടണം, അല്ലെങ്കിൽ കണ്ണീത്തിനെ കിട്ടണം. അല്ലാതെ നിനക്ക് സ്വയം തീ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് എന്ന ആളെ കിട്ടിയിട്ടില്ല എങ്കിൽ അബൂബക്കറിനൊരു വിലയില്ല. അബൂബക്കർ അങ്ങനെ എത്ര അബൂബക്കർ നമ്മളെ നാട്ടിൽ വളം കോരാൻ തീട്ടം കോരാൻ വരുന്നുണ്ട്. ലോകം കണ്ട മഹാനായി ആരെ കിട്ടി? തീ കിട്ടിയപ്പോൾ കത്തി. അത് അർശേരിയെ കത്തി, അങ്ങോട്ട് കത്തി തീട്ടി. മുഹമ്മദ് എന്ന ആളെ കിട്ടിയില്ലെങ്കിൽ ഉമർ ഇബ്നു ഖത്താബിന് എന്ത് വിലയാടാ ഒരു കാട്ടുകള്ളനല്ലാതെ. നിങ്ങൾ പുറത്ത് പറയരുതാ. എന്ത് പറഞ്ഞേ? ഉമർ ഇബ്നു ഖത്താബിനെ വരെ വിട്ടിട്ടില്ല എന്നാണ് അടുത്ത കേസിൽ വരിക. ഉമർ ഇബ്നു ഖത്താബിനെ വരെ വിട്ടില്ല എന്നാ പറയാ. എടാ, ഈ മുഹമ്മദ് എന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറാനിയത്ത് കൊടുത്ത് ഭൂമിയിലേക്ക് നിയോഗിച്ച ഈ മനുഷ്യനെ കിട്ടിയില്ലെങ്കിൽ കാട്ടുകള്ളനല്ലാതെ ആരടാ എൻ്റെ ഉമർ? ഒരു കാട്ടുകള്ളൻ. അങ്ങനെ എത്ര കാട്ടുകള്ളന്മാരുണ്ട്. അതിൽപ്പെട്ടൊരു കാട്ടുകള്ളനാണടാ ആര്? പാറയുടെ ചങ്ങായി ആര്? നിന്റെ നീതിമാനായ ഉമർ. എന്ത് നീതി? കണ്ട മനുഷ്യന്മാരെ മുഴുവൻ പൈസ കാക്കലാ നീതി. അപഹരിക്കുക, തിന്മക്ക് വേണ്ടി വാദിക്കുക, എല്ലാ തിന്മയുടെയും ഇടയിൽ മധ്യവർത്തിയായി നിൽക്കുക, എല്ലാ ശിർക്കിന് വേണ്ടിയും വക്കാലത്ത് പറയാ, ലാത്തക്കും ഉസ്സക്കും വേണ്ടി വക്കാലത്ത് പറയാ. അതിന് പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ കൊല്ലാൻ പോയതാ ആരെ? റസൂലുള്ളാഹിനെ. അപ്പൊ അയാളെ നിലപാട് നിങ്ങൾക്കറിയാം. തിരിഞ്ഞില്ല. ഇയാള് അള്ളാഹു അല്ലാത്ത ഒന്നും പഠിച്ചോനല്ല, ഒന്നും ദൈവമല്ല എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് കേട്ടപ്പോൾ ആ തല എടുത്തിട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ് നേർച്ചാക്കി പോയ ആളടാ എൻ്റെ നീതിമാനായ ഉമർ. ഒരു കാട്ടുകള്ളൻ പറയുന്നായി. ഈ ആള് കാട്ടുകള്ളനല്ലേ? ആരില്ലെങ്കിൽ മുഹമ്മദ് എന്ന മനുഷ്യല്ലെങ്കിൽ ഭൂലോക കാട്ടുകള്ളൻ. മുഹമ്മദ് എന്ന മനുഷ്യനെ തിരിയാത്ത കാലത്ത് ഏത് തമ്മാടിച്ചിക്കും വേണ്ടി മധ്യവർത്തിയായി നിന്നവനല്ലടാ നിന്റെ വഹ്ശി. എന്തടാ വഹ്ശി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കണം. സ്വന്തം ലാഭത്തിന് വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ സത്യത്തിൻ്റെ മാധ്യമമായി നിന്നുകൊണ്ട മുശ്രിക്കായ കാലത്ത് പോലും സത്യത്തിന് വില കൊടുത്ത ആളാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ആ ഹംസാനെ എറിഞ്ഞു കൊന്നവനല്ലടാ നിന്റെ വഹ്ശി. ഇപ്പം ഈ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ കാരണം എന്താ? ആ ആൾക്ക് അല്ലാഹു ആരെ കൊടുത്തു? മുഹമ്മദ് എന്നാൾ കൊടുത്തു. പിന്നാളെ ആയുസ് മുഴുവൻ കഴിഞ്ഞു. പിന്നാളെ ആയുസ് وقد رأى النبي المصطفى صلى الله عليه وسلم لما قتل حمزة. ചതിയുടെ ചാട്ടുളി കൊണ്ട് ഹംസയെ കൊലപ്പെടുത്തി വഹ്ശി ബിൻ ഹർബ് എന്നത് നോക്കി നിൽക്കാണ് മുസ്തഫ റസൂലുള്ളാഹി. പിന്നെ പൊട്ടി മുസ്തഫ റസൂലുള്ളാഹി.
അപ്പോൾ വഹ്ശി ചിരിച്ചു. റസൂലുള്ളാഹി ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന മനുഷ്യൻ, എന്താ പുണ്യ റസൂൽ പറഞ്ഞത്? അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർളി ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഈ ഭൂമിയിൽ സത്യത്തിന് വേണ്ടി വീണി മരിച്ച ഏറ്റവും മഹാനായ ആൾ എന്റെ ഹംസയാണ്. ആ ഹംസയെ ഈ വഹ്ശി കൊല്ലുന്ന നേരത്ത്, മനസ്സിലായോ പറഞ്ഞത്? ആ വഹ്ശി കൊല്ലുന്ന നേരത്ത് പൊട്ടിക്കരയാണ് ആര്? അപ്പൊ പൊട്ടിച്ചിരിക്കണം വഹ്ശി. കാരണം മുഹമ്മദിനെ കരയിപ്പിക്കാൻ കഴിഞ്ഞില്ല, ചിരിക്ക. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല, കൊല്ലങ്ങൾ മനസ്സിലാവേണ്ട പറഞ്ഞത്. ഇത് ഹിജ്റ 3-ാം വർഷം, ഹിജ്റ 8-ാം വർഷം, 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് ആളെ തിരിഞ്ഞു. പിന്നെ പൊട്ടിക്കരഞ്ഞ് മരുഭൂമിയിൽ ഓടി. ഞാൻ നല്ലോനല്ല, ഞാൻ രക്ഷപ്പെടൂല. അപ്പൊ കേട്ട് മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കരയിപ്പിച്ചു. അപ്പൊ കേട്ട് അള്ളാഹ് റസൂലാ, ഈ മനുഷ്യനെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ ഓടി. അപ്പോൾ ഈമാനുള്ളവരൊക്കെ പറഞ്ഞില്ല, അങ്ങനെ പറയണ്ട, ഇത് മുഹമ്മദൻ. അവിടെ ചെല്ല്, ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും മാപ്പ് കൊടുക്കുന്നവനാണ്. ഒന്ന് റസൂലിന്റെ കൽക്കൽ വന്നു. അപ്പോഴും റസൂൽ കരഞ്ഞു. കാരണം അപ്പോഴത്തിന് ആരും ഓർമ്മ വന്നു. പിന്നെ ഇന്ന് ലോകം കണ്ട നേതാക്കന്മാരിൽ ഒരാളാണ് ആര്? വഹ്ശി. ഇയാൾ സ്വന്തം ലാഭത്തിന് വേണ്ടി ആരെയും കൊല്ലും. ആ ആള് ലോകം കണ്ട മഹാനായി. എന്തുകൊണ്ട്? അയാൾക്കൊരു ആളെ കിട്ടി. ആര്? മുഹമ്മദ്. അല്ലാതെ അയാൾക്ക് ഖുർആൻ പഠിച്ചെന്നാൽ എന്ത് വിചാരിച്ച് ആ ആളെ കിട്ടിയാൽ ഖുർആൻ ലാഭമാണ്, ആ ആളെ കിട്ടിയില്ലെങ്കിൽ ഖുർആൻ നഷ്ടമാണ്. അപ്പൊ നമുക്കെതിരായ ഒരു സാക്ഷ്യം കൂടി ഇവിടെ ഉണ്ടായി എന്നല്ലാണ്ട് ഇയാളെ കിട്ടണം, മുഹമ്മദ്. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിൽ ആധുനിക മുസ്ലിങ്ങൾ പുറകോട്ട് പോയി.